ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൺഡേ ആയിട്ടൊന്ന് എൻ്റെ വിളയിലോട്ടൊന്ന് കയറിയതായിരുന്നേ. പക്ഷേ ഇതിലൊക്കെ കുറേ റംബുട്ടാനൊക്കെ ഉണ്ടായിരുന്നു, കാടൊക്കെ ഉണ്ടായിരുന്നു, കുറേ കൊത്തി തിന്നു. പക്ഷേ കുറച്ചൊക്കെ ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയായിരുന്നു. പിന്നെ താഴെയുള്ള 2-3 റംബുട്ടാൻ കിട്ടി. പക്ഷേ ഇന്ന് ലാസ്റ്റ് ആയപ്പോൾ ഉണ്ടല്ലോ, റംബുട്ടാൻ്റെ കാലത്ത് കഴിഞ്ഞു കേട്ടോ. റംബുട്ടാൻ്റെ സീസൺ കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞെങ്കിലും എനിക്കിതായി കണ്ടോ ഞാളെ റംബുട്ടാൻ കിട്ടി. ഇത്രയും ഇതിൻ്റെ ഇടയിൽ ഒളിഞ്ഞു നിന്ന് കേട്ടോ. ഞാനൊരു കത്തിയും കൊണ്ട് കയറിയതായിരുന്നു. ഇത് കണ്ട, ഇതെൻ്റെ ഒരു മാംഗോസ്ട്രീയാണ്. പക്ഷേ കാട് പിടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഞാനൊരു കത്തിയും കൊണ്ട് കയറിയത് 2 കൊല നിന്നായിരുന്നു. അത് വിളഞ്ഞെങ്കിലും കണ്ടിച്ചെടുക്കാമെന്നും പറഞ്ഞാണ് വന്നത്. പക്ഷേ വന്നപ്പോൾ 2-3 റംബുട്ടാൻ കിട്ടി. ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വന്നു, ഒന്നെങ്കിലും കിട്ടിയെങ്കിലേ സീസൺ കഴിയുമ്പോൾ നമുക്ക് തിന്നാനൊരു കൊതി വരും അല്ലേ. പക്ഷേ സീസണിൽ കാടത്ത് പറക്കിയിട്ട് എനിക്ക് തിന്നാൻ കൊതിയൊന്നും വന്നില്ല. പക്ഷേ സീസൺ കഴിഞ്ഞപ്പോഴേ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നത് 2 കിട്ടിയെങ്കിൽ എന്ന്. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് 2-3 കിട്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ സീസണായിരുന്നപ്പോൾ ഇതെല്ലാം അറുത്ത് പറക്കിയിട്ട് ഞാൻ തിന്നില്ല. എനിക്ക് അപ്പോഴും തിന്നാൻ തോന്നിയില്ല. ഭയങ്കര കാട് കണ്ടോ. നിങ്ങൾ സാക്ഷിയാണ്. എന്തെങ്കിലും വെച്ച് പൊറിഞ്ഞ് തന്നാലും നിങ്ങൾ സാക്ഷിയാണ്. ഇവിടെ ഒരെണ്ണം നിൽക്കുന്നത് കേട്ടോ. ഒരെണ്ണം നിൽക്കുന്നത്. പക്ഷേ ഇതിലുള്ളത് കൊള്ളൂല കേട്ടോ. മറ്റേ ബാക്കിയെല്ലാം കൊള്ളാം. ഇതൊരു എന്താ പറയുക, ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനമായിരുന്നു. ഞാനൊന്ന് ഒരു ദിവസം ടേസ്റ്റ് നോക്കിയപ്പോൾ ടേസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ 2 നിൽക്കുന്നത് നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഞാൻ ക്യാമറ പിടിക്കാനൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ഫോണെടുത്ത് പോക്കറ്റ് ഇട്ടിരുന്നു. പക്ഷേ എന്നാലും ഇത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് അറിയിക്കുമെന്ന് തോന്നി. 3 കിട്ടിയിട്ടുണ്ട്. കണ്ട, എനിക്ക് തിന്നാനുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട, എനിക്ക് തിന്നാനുള്ള കിട്ടി. പോരെ, അത്രയും പോരെ. പിന്നെ ഇതിന് ധാരാളം അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കുട്ടികളൊക്കെ കാര്യമായിട്ട് തിന്നു ഈ പ്രാവശ്യം റംബുട്ടാൻ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ അങ്ങനെ പറ്റില്ല. കേട്ടോ, എന്ത് നല്ലതെന്നറിയാമോ. സീസണൊക്കെ കഴിയുമ്പോൾ കണ്ടോ നല്ല പഴുത്ത് എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ അല്ലേ. നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതങ്ങനെ കാച്ചില്ല കേട്ടോ. 2-3 കാച്ചുള്ളൂ. കാരണം എന്താണെന്നറിയില്ല, അങ്ങ് താഴത്ത് നിൽക്കുന്നതാണ് 2 മൂട് നല്ലതായിട്ട് കാച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് പേര് അങ്ങ് അതിൻ്റെയാണ് ഈ നല്ല വലിയ ചുവന്ന കളർ. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം കായ്ക്കുമായിരിക്കും, അറിയില്ല. ഇതിലും അങ്ങനെ തന്നെ. ഇതാണ് ഞാൻ പറഞ്ഞത് അത്ര ടേസ്റ്റ് ഇല്ല ഇതിലുള്ളത്. ഇത് കുറച്ചേ കാച്ചുകളുണ്ടെന്നാണ്. പിന്നെ അവിടെ നിൽക്കുന്നതിലൊക്കെ കുറച്ച് കാച്ചു. ഇവിടെ ഒരു കൊല ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ലല്ലോ. എവിടെയായിരുന്നു? ഞാൻ വന്നപ്പോൾ മുറിക്കണം നിൽക്കാൻ എൻ്റെ കയ്യിൽ കത്തിയില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ അല്ലേ, താഴെ നിൽക്കണായിരിക്കും. കണ്ടോ, എൻ്റെ വിളയിലൊന്നും എനിക്ക് വയ്യ ഇവിടെ കയറാൻ. കാരണം കാടാണ്, 2 സൈഡും കണ്ട കാടാണ്. നമ്മളെ നാട്ടിലെ ഈ മണ്ണിന് വേണ്ടിയിട്ട് ആൾക്കാർ കിടന്ന് അടിപിടി കൂടി 1 ഇഞ്ച് വിട്ടു കൊടുക്കാതെ പിടിച്ചു വാങ്ങി വെക്കും കേട്ടോ. പക്ഷേ എന്തിനാണോ എന്തോ വേണ്ട, ഒരു സാധനം നട്ടിട്ടില്ല. അപ്പുറം ഇപ്പുറം കാട് കയറി. ഇവിടെയൊക്കെ പന്നിയും പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ വല്ലതും പിടിച്ചുകൊണ്ട് പോയാൽ പോലും അറിയില്ല. എന്നാൽ ഇച്ചിരിയെങ്കിലും വല്ല കാട് പറിച്ചിടുന്നത് ഞാൻ മാത്രമാണ് കേട്ടോ. വല്ല എന്തെങ്കിലും നട്ടുണ്ടാക്കിയിരുന്നാൽ ഞാൻ മാത്രമേ. വേറെ ഇവിടെ കണ്ടോ, ഒരു മനുഷ്യ ഒരു വക നട്ടിട്ടില്ല. റബ്ബർ മാത്രമുണ്ട് കുറേ മുകളിലോട്ട്. അവിടെ എങ്ങും അതുമില്ല. പക്ഷേ എന്നാലും അടിപിടി കൂടി വാങ്ങിക്കോളും. അതൊരു ഭയങ്കര ഇതാണ്. എൻ്റെ ചക്ക ഉണ്ടോ, പ്ലാവിൽ ചക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ ദിവസമായല്ലേ ഇവിടുത്തെ വെടിയൊക്കെ കേട്ടിട്ട്. കണ്ട, നല്ല കുഞ്ഞു ചക്ക. ഇതിലുള്ള ചക്ക നല്ലതാണ് കേട്ടോ. ഇതാണ് എൻ്റെ കാരണം ഇതിൽ ഒരു ചക്ക കായ്ച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് അറിയാമോ, അതിന് ഞാൻ ഇത്രയും പ്ലാവുണ്ട്. എനിക്ക് ഒരു 5-6 മൂട് പ്ലാവുണ്ട് കേട്ടോ. അതാണ്ട, ഇതൊക്കെ പ്ലാവാണേ. ഇതൊക്കെ പ്ലാവ് തയ്യാണ്. അപ്പം ഒരു 1 2 3 4 5 6 7 8 9 10 മൂട് പ്ലാവുണ്ട് കേട്ടോ. 10 മൂടിലും കൂടെ ഞാൻ പറഞ്ഞ ആദ്യം കായ്ക്കുന്ന ചക്ക ഇതിൽ കായ്ക്കുമ്പോൾ ആദ്യത്തെ ചക്ക ഞാൻ കോവിൽ കൊണ്ടുപോയേക്കാന്ന്. അപ്പോൾ എനിക്ക് ഒരു ചക്ക കിട്ടി. അത് ഈ പ്ലാവാ തന്ന കേട്ടോ, ഒരു ചക്ക. അപ്പം ഞാൻ ഈ ഒരു ചക്കയും കൊണ്ട് കോവിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, പോറ്റി ഇതിൻ്റെ ഒരു കഷ്ണം എനിക്ക് തരണേന്ന് കേട്ടോ. അതെന്താന്ന് അപ്പോൾ പോറ്റിയായിട്ട് എന്തിനാന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് പോറ്റി, ഞാൻ 10-13 മൂട് പ്ലാവ് നട്ട് അതിൽ 10 കിട്ടി. 10-11 കിട്ടി. അതിൽ ഞാൻ പറഞ്ഞു ആദ്യം കായ്ക്കുന്ന ആദ്യത്തെ ചക്ക ഞാൻ കോവിൽ കൊടുത്തേക്കാന്ന്. അതുകൊണ്ട് എനിക്ക് ഒരു ചക്കയെ കാച്ചോളന്ന്. പോറ്റി ഇനി ചിരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പോറ്റിമാരിങ്ങനെ ചിരിക്കുന്നേ. അങ്ങനത്തെ ഒരു ചിരിയായിരുന്നു വെള്ളനാട് കോവിലെ പോറ്റി. എന്നിട്ട് എനിക്ക് പകുതി കണ്ടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പകുതി വേണ്ട, ബാക്കി അതിൻ്റെയും പകുതി മതി എന്ന് പറഞ്ഞാൽ ഇതൊന്നും കാച്ചു കേട്ടോ. ഇതൊന്നും കൊള്ളൂല, അത്ര നല്ല. എന്നാൽ എനിക്ക് തോന്നുന്നു പ്ലാവ് വിളയുമ്പോഴേ ചക്ക നന്നായിരിക്കുള്ളൂ. കണ്ട, കുറച്ച് തെങ്ങൊക്കെ നട്ടിട്ടുണ്ട് ഞാനിവിടെ. ഇവിടെയും കയറാൻ പറ്റത്തില്ല. എങ്ങനെ കയറും? കാട് കൊണ്ട് നിറഞ്ഞു കിടക്കണം. ഞാൻ പേടിച്ച് കയറില്ല. ഇവിടെ എങ്ങും ഒരു മനുഷ്യജീവി പോലും ഇല്ല. എന്നെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോലും ആരും അറിയത്തില്ല. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. കണ്ടോ, തെങ്ങൊക്കെ ഉണ്ട്. പക്ഷേ ഒക്കെ നട്ടതാണ് ഞാൻ. പക്ഷേ ഇതിനിടെ ഞാൻ ജോലി ചെയ്ത് മടുത്തു കേട്ടോ. എത്ര രൂപയാണ് എനിക്കിതിനാവണമെന്നറിയാമോ? 3 മാസം കൂടുമ്പോൾ 4-5 ആളുടെ പണിയാണ്. അതാ പണി ചെയ്യുമോ? പണിയും ചെയ്യത്തില്ല. ഒരു ദിവസം വന്നാൽ അവർ ചൊറിഞ്ഞ് നിന്നിട്ട് 2 മണിയാകുമ്പോൾ അവരവരെ പാടിന് കയറിപ്പോവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പണിയില്ലണ്ട. ഈ പ്ലാവാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ചക്ക ഇട്ടത്. പക്ഷേ കിട്ടിയില്ല. ഇതവിടെ ഒരു ചക്ക നിൽക്കുന്നുണ്ട് കേട്ടോ.
ഞാനിങ്ങോട്ട് കയറാത്തതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. അതേ കണ്ട 2 ചക്ക നിൽക്കുന്നു ഏകദേശം. കണ്ട ഈ കുട്ടി പ്ലാവുകൾ കാച്ചിക്കുന്നുണ്ട. എന്ത് രസമല്ലേ കുട്ടികൾ കാച്ചി നിൽക്കുമാണ്. പക്ഷേ എനിക്കിവിടെയൊക്കെ വരാനൊരു പേടി. ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ടേ ഒറ്റയ്ക്ക് കയറി വരാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്തെങ്കിലും ആരും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇപ്പോൾ കാണ്ടാമൃഗമോ പുലിയോ പന്നിയോ ഒക്കെ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഇങ്ങോട്ട് കയറൂല. പിള്ളേർ പറയും നിങ്ങൾ മുകളിലൊന്നും കയറി പോവല്ലേ, എടുത്തുകൊണ്ട് പോയി ആരും അറിയില്ലെന്ന്. അത് ശരിയാണ്, കാര്യം സത്യമായ കാര്യമാണ്. വല്ലതും വലിച്ചുകൊണ്ട് അങ്ങ് കാടിൻ്റെ ഇടയിൽ കൊണ്ടുപോയി എല്ലും കൂടും പോലും കിട്ടത്തില്ല. കണ്ടോ ഇവിടെയൊക്കെ മാവാണേ. ഇതിത്രയും മാവും തയ്യാണ്. പക്ഷേ മാവ് മാത്രം ഈ വാഴയൊക്കെ എനിക്ക് കണ്ടിച്ച് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ മാവുകൾ കയറുന്നില്ല കേട്ടോ. മാവൊക്കെ കണ്ടോ ഒരുമാതിരി വളഞ്ഞും വള്ളിയും പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം മാവിന് കയറി പോകാൻ പറ്റുന്നില്ല, കാട് കയറിയിട്ട്. ചോല വന്നു കഴിഞ്ഞാൽ കയറത്തില്ല. അതുകൊണ്ട് ഈ വാഴയെല്ലാം കണ്ടിച്ച് മാറ്റണം, എന്നാലേ ഈ മാവ് കയറത്തുള്ളൂ. കണ്ടോ മാവ് ഇതൊക്കെ കായ്ച്ചു തുടങ്ങും. എനിക്ക് കായ്ക്കാറാകുമ്പോൾ ഞാൻ എല്ലാം നടും കേട്ടോ. എല്ലാം ഇതിനിടയിൽ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ബിസി അറിയാമല്ലോ. ഈ ബിസിയുടെ ഇടയിലാണ് ഞാൻ ഇത്രയും നട്ടിടുന്നത്. ഇവിടെ ആരും ഒരാളും ഇല്ല സഹായിക്കാം കേട്ടോ. എൻ്റെ വീട്ടിലാണുങ്ങൾ ആരുമില്ല, മോനിവിടെ അല്ല, മരുമോനും അവരാരും ഉണ്ടെങ്കിൽ പോലും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കൂല. അത് വേറൊരു സത്യം. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് കാപ്പി എന്നും പറഞ്ഞ് കൊണ്ട് നട്ടതാണ്. പക്ഷെ കാപ്പിയല്ല എന്നാണ് എല്ലാവരും പറയുന്നത്, കാപ്പിയല്ലെന്ന്. പക്ഷെ എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ കാപ്പി തയ്യെന്നും പറഞ്ഞാണ് വാങ്ങി നട്ടത്. പിന്നെ ഇതൊരു കുടംപുളിയാണ്. പക്ഷേ ഇതിന് മാത്രമൊരു പ്രശ്നമുണ്ട്, ഇത് വളരും, വീണ്ടും പട്ടുപോവും, ഇങ്ങനെ ഉണങ്ങിപ്പോവും, വീണ്ടും തളിർക്കും, പിന്നെയും പട്ടുപോവും. എന്താണ് അതും കാരണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എല്ലാം നട്ടിട്ടിട്ടുണ്ട് കുറേശ്ശെ. എല്ലാം പറഞ്ഞ കണക്ക് എൻ്റെ ഒരാഗ്രഹം എന്താണെന്നറിയാമോ, എൻ്റെ കുഞ്ഞു മക്കൾ വളരുമ്പോഴത്തേക്ക് വിളയിലോട്ട് കയറി ഓരോ നുള്ളി പറക്കി എടുക്കുമ്പോൾ പറയും എൻ്റെ അമ്മാമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛമ്മ നട്ടിട്ടേന്നല്ലേ. അതൊരു സന്തോഷമല്ലേ, നമ്മളെന്നും നമ്മളെ പേര് അവിടെ തന്നെ നിലനിൽക്കുക. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എന്ത് കിട്ടിയാലും നട്ടിടും കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു മാംഗോസ്റ്റിയാണേ. മാംഗോസ്റ്റിയാണ്. ഞാൻ ഈ റംബൂട്ടിൽ ഒരു 3-4 എണ്ണം കാച്ചു കേട്ടോ. അതിലും കാച്ചു. ഇതിൽ 2 എണ്ണം കാച്ചു, അതിൽ 4-5 എണ്ണം കാച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന ഒരു ഇലയാണ്. ഇതിൻ്റെ പേരും എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതിൻ്റെ പേര്. പക്ഷെ നല്ല മണമാണ്, വയണയില പോലെ. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ അറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കണേന്നൊന്നും അറിയില്ല കേട്ടോ. ചുമ്മാ നട്ടിട്ടിട്ട് ചുമ്മാ തിന്നും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. പപ്പായ ഉണ്ടോ, ഒരു മുടി പപ്പായ ഉണ്ടോ, കാച്ചിക്കലുണ്ടോ പപ്പായ. പിന്നെ ഈ തെങ്ങൊക്കെ 4 വർഷമൊക്കെ ആകുമ്പോൾ കായ്ക്കുമെന്നാണ് അവർ പറഞ്ഞത്. കായ്ക്കുമായിരിക്കും അല്ലേ, കായ്ക്കണം. ഇപ്പോഴത്തെ തേങ്ങ വിലയിൽ അറിയില്ലേ, തേങ്ങയ്ക്ക് എന്നാ വിലയെന്ന്. അതുകൊണ്ടാണ് തെങ്ങിനോട് ഇത്ര സ്നേഹം. തെങ്ങ് പൊടിച്ച് വന്നപ്പോൾ ഭയങ്കര സ്നേഹമാണ്. കാരണം തേങ്ങയ്ക്ക് വില കൂടിയപ്പോൾ തെങ്ങിനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്, ഇതുവരെ ഇല്ലാത്തൊരിഷ്ടം. അങ്ങനെ ഇതാണ് എൻ്റെ കണ്ടോ, ഇതൊക്കെ റംബൂട്ടാനൊക്കെയാണ്. ഇവിടെ ഈ കൊലയാണ് വിളഞ്ഞത്. പിന്നെ അവിടെ ഒരു പ്ലാവുണ്ട്, ഇവിടെ ഒരു പ്ലാവുണ്ട്. ഇത് ഓറഞ്ചാണ് കേട്ടോ. ഈ വർഷം ഇത് കായ്ച്ചു തുടങ്ങിയില്ല. ഇത് വർഷത്തിൽ 5-6 കായ് കിട്ടും. കഴിഞ്ഞ വർഷം എനിക്കൊരു 12 കായ് കിട്ടിയായിരുന്നു. ഈ വർഷം എന്തായാലും പൂത്തില്ല, പൂക്കുമായിരിക്കാം അല്ലേ. ഇങ്ങനെ ഓരോന്നൊക്കെ നട്ട് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും നമ്മളെ വിളയിൽ സ്വന്തമായിട്ട് കിട്ടുന്ന വിഷമൊന്നുമില്ലാത്തൊരു സാധനം പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. അതിന് വിലയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2 ഓറഞ്ച് വാങ്ങിക്കുക അത്ര പൈസ ആകും. പക്ഷേ അതിലൊരെണ്ണം കാച്ചി വരുമ്പോൾ എന്തുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പം നമുക്കിങ്ങനെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പച്ചപ്പും വല്ലതുമൊക്കെ നട്ട് ഒക്കെ ഇടുന്നത് ഇവിടെ വേറെ ആരും ചെയ്യത്തില്ല കേട്ടോ. എനിക്ക് എൻ്റെ ആങ്ങളമാരുണ്ടാകുന്ന സമയത്ത് ഈ പറമ്പിലോട്ടൊന്നും കയറില്ല. അച്ഛൻ എപ്പോഴും പറയും ഒന്നും നമ്മാട്ടി എടുക്കത്തുമില്ല, ജോലി ചെയ്യത്തുമില്ല, ഒന്നും നടത്തുമില്ല അങ്ങനെ. പക്ഷെ ഞാനാണെങ്കിൽ തിരിച്ചാണ് കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതൊക്കെ ബഡ് തൈകൾ 400-450 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ച് നട്ട ബഡ് തൈകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൃഷിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ സ്ഥലമൊന്നും ഞാൻ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല. വെള്ളം കണ്ട ഇപ്പോൾ ഒരു പൈപ്പിൽ ഇപ്പോൾ വെള്ളം വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പം ഓറഞ്ച് അതിൻ്റെ വെള്ളം പൈപ്പ് വഴി പിടിച്ചൊഴിച്ചിട്ട് പൈപ്പ് ഓൺ ചെയ്ത് ഒഴിച്ചിട്ടാണ് പോയത്. അപ്പം അതെ ഒന്നിൻ്റെ മുട്ടിലെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ മഴയായതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും കിട്ടിയ വെള്ളം കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടോ ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ ഓസ് വെച്ചിട്ട് ഞാൻ പരമാവധി കിട്ടുന്നതിലൊക്കെ വെള്ളം ഒഴിക്കും. ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു സന്തോഷങ്ങളും കൊച്ചു എന്താ പറയുക സങ്കടങ്ങളും ഉണ്ട് എൻ്റെ ഇടയിൽ. ഇതൊക്കെ മറിഞ്ഞ് വീഴുന്ന് പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ നട്ട് വളർത്തിയിട്ട് എല്ലാം പോലെ ആയി ഒരു കുല വളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനങ്ങ് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. കണ്ടോ നല്ല വളഞ്ഞു, കണ്ടല്ലോ നല്ല വളഞ്ഞു. അപ്പോൾ ഇതൊന്ന് കണ്ടില്ല. ഇത് നമുക്ക് മറ്റേ പീനട്ട് ബട്ടറാണ് കേട്ടോ. പീനട്ട് ബട്ടർ ഇതിൽ നിറയെ കായ്ക്കും. പക്ഷേ ഇതിൻ്റെ കായൊന്നും ആരും വാങ്ങിക്കത്തൊന്നുമില്ല, ചുമ്മാ പറയുന്നതാണ്. പക്ഷേ ഭയങ്കര പ്രോട്ടീനും ഗുണമൊക്കെ ഉള്ളതാണ്. പക്ഷേ ആരും വാങ്ങില്ല. നമുക്കിതെവിടെ സെയിൽ ചെയ്യണമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതൊക്കെ ഉണ്ട്. പീനട്ട് ബട്ടർ നിറച്ച് കാച്ച് വീണ്ടും നല്ല കായ്ക്കണേ ഉണ്ടോ,
നല്ല കായാണ് കേട്ടോ, നല്ല കായ. ഞാൻ കഴിക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു കടുകട തിന്നാനാണ് ഇഷ്ടം, പഴുത്തു പോയാൽ കൊള്ളും. ഇത് കടുകട ഇതിൻ്റെ കുരുവാണ് നല്ലതെന്ന് പറയും, പക്ഷേ കുരുവൊന്നും എനിക്ക് തിന്നാൻ ഇഷ്ടമല്ല. നിറച്ച് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ഇവിടെ ഒരു ഇതുണ്ട്, റംബൂട്ടാനുണ്ട്, അവിടെ ഒരു തെങ്ങുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു റംബൂട്ടാനുണ്ട്, ഇവിടെ ഒരു തെങ്ങുണ്ട്. ഇനിയിപ്പോൾ ഈ മഴ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ഒരു 10 ആളുടെ പണി ചെയ്യണം കേട്ടോ, എന്നാലേ എൻ്റെ വിളയൊന്ന് നേരെ ആവത്തുള്ളൂ. ഒരു നെല്ലിയാണ് കേട്ടോ ഈ കാണുന്നത്, ഒരു നെല്ലി. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ണി കാണുന്ന എല്ലാം വാങ്ങിച്ചുകൊണ്ട് നടക്കും കേട്ടോ. എനിക്ക് എൻ്റെ പറമ്പിലെല്ലാം വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ എൻ്റെ വീടും ഈ സ്ഥലമായിട്ട് എല്ലാം കൂടി 25 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഞാൻ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കറിവേപ്പില, എനിക്ക് കറിവേപ്പില കിട്ടാൻ പാടായിരുന്നു. ഒരുപാട് കറിവേപ്പില ഞാൻ നട്ടു, കിട്ടാതിരുന്നു. ഇപ്പം എനിക്ക് 3 മൂട് കറിവേപ്പില കിട്ടി. കാരണം താഴത്ത് 1 മൂട് കിട്ടി, താഴത്ത് വീട്ടിൻ്റെ അവിടെ 2 മൂട് കിട്ടി. പിന്നെ ഇത് ഇവിടെ ഇതാണ്ടോ ഒരെണ്ണം പൊടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എനിക്ക് കറിവേപ്പിലയും കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം നട്ടുണ്ടോ. ഒരു പേര എൻ്റെ വീട്ടിൽ നടയിൽ ഇഷ്ടംപോലെ പേരയ്ക്കുണ്ട്, പക്ഷേ ഇത് മട്ടൻ്റെ പേരാണ്. ഇതിൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഈ പേരയ്ക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടിയിലേ കാച്ചു 4-5 കായ് കിട്ടി. പിന്നെ ഇവിടെ തെങ്ങുണ്ട്. ഈ പപ്പായ കാച്ച് പഴുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ അടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഉയരം കണ്ട. പപ്പായ കാച്ച് നിൽക്കുന്നുണ്ടോ, പക്ഷെ അടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഉയരം. എന്താ ചെയ്യുക, അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ കയറി നിന്നാൽ കണ്ട ആ പേരയ്ക്കൊക്കെ പറിക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ റംബൂട്ടാനാണ് ഒത്തിരിയും കാച്ചത് എനിക്ക്. ഈ പ്രാവശ്യം ഇതിലും നിറയെ കാച്ച്. ഇനി ഇവിടെയൊക്കെ 1 മൂടുണ്ട്. ഇതൊക്കെ ഇനി ഈ കാടൊക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ, കാട് കരിയാനുള്ള കുറേ മരുന്ന് വാങ്ങിച്ചിട്ട് അത് സ്പ്രേ അടിച്ച് കുറേ കാട്, എനിക്കിങ്ങോട്ട് കയറാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇവിടെ കുറേ കാട് കണ്ടോ, കരിഞ്ഞതുണ്ടോ, സ്പ്രേ അടിച്ചപ്പോൾ കുറേ കരിഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല, ഇന്നലെ ഇട്ടില്ല, ലൈവ് പോകാൻ സമയമില്ല. എനിക്ക് കുറേ പണിയുണ്ട്. ഞാൻ 5 മണിക്ക് കഴിച്ചിരുന്നു. ഇത്ര നേരം കൊണ്ട് 5 ടോപ്പ് 1 ബ്ലൗസും അടിച്ച് കടയിൽ കൊണ്ട് കൊടുത്തിട്ടാണ്. കടയിലല്ല, അവിടെ എൻ്റെ സ്റ്റാഫ് വന്നായിരുന്നു, അവൾ വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനെ ഇനി സൈഡൊക്കെ കൊച്ചടിച്ച് വയ്ക്കും, നാളെ ചെന്ന് കസ്റ്റമർക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇനി ചെന്നിട്ട് എനിക്ക് 3 ബ്ലൗസും 2 ടോപ്പും ഇനി അടിക്കാനുണ്ട്. അത് രാത്രിയിൽ ഇന്ന് എപ്പോഴെങ്കിലും തീർത്ത് വയ്ക്കണം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷം കണ്ട. ഇതൊക്കെയാണ് ഞാൻ കേട്ടോ. ഇവിടെയൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റെന്ന് വെച്ചാൽ സൂപ്പർ കാറ്റാണ്. നല്ല കാറ്റും നല്ല ശുദ്ധവായു കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് പണിയൊന്നുമില്ല, എനിക്ക് ജോലിയുണ്ട് കേട്ടോ.